ഇപ്പോൾ പൊന്നു പോലത്തെ ഭാര്യ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാനൊരു ബ്രദറാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. ഞാനൊരു 2ാമത്തെ വർഷമാകുന്ന സമയത്ത് ഞാൻ എൻ്റെ പെങ്ങളോട് ചോദിച്ചു, ഫാസി ഒരു വിവാഹം നമുക്ക് ആലോചിച്ചുകൂടെ ചോദിച്ചു. കാരണം അവരും ചെറുപ്പമാണ്. എന്നോട് അവർ പറഞ്ഞു, അനീഫ് ഖാൻ്റെ ഓർമ്മ ഒന്ന് പോയിക്കോട്ടെ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ ഗൾഫിലാണ്, ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് പോയി. 2-3 വെക്കേഷൻ കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു. ഒരു 6 വർഷം കഴിഞ്ഞിട്ട്, ഫാസി അന്ന് ചോദിച്ച ചോദ്യം എന്തെങ്കിലും തീരുമാനങ്ങളിൽ മാറ്റമുണ്ടോ എന്ന് വെച്ചു. ഹനീഫ് ഖാൻ്റെ ഓർമ്മ പോട്ടെ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. 16 വർഷമായിട്ട് ഞാനിപ്പോൾ ചോദിക്കാറില്ല, കാരണം ഞാനത് കണ്ടറിയുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇപ്പൊ കേട്ട ഈ വോയിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാസി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ ഹനീഫ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരന്റെ വോയിസ് ആണ്. ഓക്കെ, അതായത് കൊച്ചിൻ ഹനീഫ ഇക്ക മരിച്ചു കഴിഞ്ഞിട്ട് ഒരു വർഷം 2 വർഷം കഴിഞ്ഞിട്ട് അവർക്കൊരു 2 പെൺകുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർക്കൊരു പുതിയൊരു ലൈഫ് വേണം, പുതിയൊരു ജീവിതത്തിലോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും എല്ലാ ആങ്ങളമാർക്കും ഉണ്ടാവും. സോ അദ്ദേഹം ആ ഒരു ചിന്ത വെച്ചിട്ട് പെങ്ങളെ മറ്റൊരു ജീവിതത്തിലേക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ വാചകമാണ് നമ്മൾ ഇപ്പോൾ സഹോദരൻ പറഞ്ഞു തന്നെ കേട്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഫയ്ക്കയുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ നിന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാന്ന്. ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തോരം വർഷങ്ങളായി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവരുടെ പുതിയൊരു വീടിന്റെ പാലുകാച്ചും കാര്യങ്ങളും, അത് ഹൗസ് വാമിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഒരുപാട് നടന്മാർ, അതായത് ദിലീപിനെ പോലുള്ള വലിയ നടന്മാരടക്കം ഉള്ള ആളുകൾ വന്നു. കഴിഞ്ഞ ദിവസം മമ്മൂക്ക വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്കിവിടെ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ സിനിമാ മേഖലയിൽ തന്നെ എന്തോരം പേരുണ്ടായിട്ടും വളരെ വിരളമായിട്ടുള്ള കുറച്ച് പേര് മാത്രമാണ് ആ കുടുംബത്തെ ഇന്നും ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരി. എന്തോരം വലിയ മഹാനടനായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കണം. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാളായി അദ്ദേഹം മരിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യ സ്വന്തം മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് പോകാഞ്ഞതാണ്. ശരിക്കും പോയി കഴിഞ്ഞാൽ മക്കളുടെ ഫ്യൂച്ചർ എന്താവും, മക്കളുടെ ഭാവി എന്താവും എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കണം ആ സ്ത്രീ അതിന് മുതിരാതിരുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മക്കളൊക്കെ ഇപ്പോൾ നല്ല നിലയിലെത്തി. രണ്ടുപേരും CA, ചാർട്ടേഡ് അക്കൗണ്ടിങ് ഒക്കെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്മാരാണ്. അപ്പോൾ അവർ വലിയൊരു വീടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെച്ചു. അന്ന് താമസിച്ചിരുന്ന വീടൊക്കെ ഒരു കുഞ്ഞു വീടായിരുന്നു. അന്ന് കൊച്ചിൻ ഹനീഫൊക്കെ മരിച്ച സമയത്ത് എനിക്കൊന്ന് കുറച്ച് സിനിമയിലുള്ള കുറച്ച് ദിലീപേട്ടൻ അടക്കമുള്ള ആളുകൾ വെച്ചു കൊടുത്തതാവാം. കുഞ്ഞു വീടായിരുന്നു. അപ്പോൾ ഇന്നത്തെ തലമുറയിൽപ്പെട്ട സ്ത്രീകൾ കണ്ട് പഠിക്കണം ശരിക്കും ഇതുപോലെയുള്ള സഹോദരിമാരെ ശരിക്കും. ഓക്കെ, അപ്പോൾ കൊച്ചിൻ ഹനീഫയുടെ ഭാര്യമാരെ പോലുള്ളവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതൃക തന്നെയാണ് സുഹൃത്തുക്കളെ, മാതൃക തന്നെയാണ്. അപ്പോൾ നമുക്ക് അവരുടെ വീട്ടില് കഴിഞ്ഞ ദിവസം മമ്മൂക്ക വന്ന ഒരു ക്ലിപ്പും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. എന്തോ നോക്കണേ, കേറുമ്പോ സ്റ്റെപ്പ് നോക്കണേ. എന്തോ വലൈക്കുമുസ്സലാം. ഉദ്യാനം പറയുന്ന ഷൂട്ട് സമയത്ത് നമുക്ക് എന്നെ ഞങ്ങൾ ബോഡി ബിൽഡിംഗ്, ഞാൻ സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ബിൽഡറായിരുന്നു ബോഡി ബിൽഡിംഗ്. അപ്പോൾ എന്നെ തമാശാക്കി ഒരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ശരിക്കും ആ കൊച്ചിൻ ഹനീഫയുടെ മക്കളുടെ ഒക്കെ ഡ്രസ്സിങ് ഒക്കെ ഉണ്ടോ ശരിക്കും പറയാം. എന്ത് അടിപൊളിയായിട്ടാണ് വസ്ത്രധാരണം പോലും അവർ നടത്തിയിരിക്കുന്നത്.
ആ 2 പിള്ളേർക്ക് ശരിക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ടോന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല. കാരണം അത്രയ്ക്കും നല്ല കുട്ടികൾ. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഉള്ളവരെല്ലാവരും പന്നലാന്നല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആയിട്ട് പോലും ഒരു വലിയൊരു സെലിബ്രിറ്റിയുടെ മക്കളാണ്. പക്ഷെ ആ സോഷ്യൽ മീഡിയയിൽ പോലും ആ ഒരു കണക്ഷൻ ഇല്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോ അവര് ലൈം ലൈറ്റിൽ നിൽക്കുന്ന വ്യക്തികളെ അല്ല. അപ്പോ അവരിപ്പോ അവരുടെ ജീവിതമായിട്ട് തന്നെ മുന്നോട്ട് പോവാണ്. നല്ല കാര്യം. മമ്മൂക്കെ പോലുള്ള വലിയ മഹാനടന്മാരൊക്കെ അവരുടെ വീട് സന്ദർശിച്ചു. ഇപ്പൊ ഹൗസ് വാമിങ്ങിന് ശേഷം എനിക്കൊന്ന് മമ്മൂക്ക പുറത്തോടായിരുന്നു. മമ്മൂക്കയും മമ്മൂക്കയുടെ വൈഫും ഒക്കെ ആയിട്ടാണ് വന്ന് ആ വീടും കാര്യങ്ങളും എല്ലാം കണ്ടത്. എന്തായാലും ആ മക്കളുടെ കഷ്ടപ്പാട് തന്നെയാണ് ആ വീടെന്നുള്ളത് കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ ഫാസിത്ത തന്നെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ പ്ലാനാണ് എല്ലാം, മക്കളാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ളൊരു കാര്യം. 2 പെൺകുഞ്ഞുങ്ങളായിരുന്നു, അന്ന് വെറും പൊടിയായിരുന്നു ഈ കുഞ്ഞുങ്ങൾ. ശരിക്കും ഇപ്പൊ അവര് ഒരു സ്വന്തം വരുമാനം എന്നുള്ള രീതിയിലേക്ക് മാറി ചിന്തിച്ചു. വലിയൊരു വീടും കാര്യങ്ങളൊക്കെ വെച്ചു. ഇപ്പൊ അവരും അവരുടെ അമ്മയും അടങ്ങുന്ന ആ ഒരു കുഞ്ഞു ലോകമാണ് ഇപ്പൊ അവർക്കുള്ളത്. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ അടുത്ത തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ നിങ്ങളോട് പറയട്ടെ. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വിവാഹം കഴിഞ്ഞ് നമ്മുടെ ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ മക്കളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ലൈഫ് ചൂസ് ചെയ്യാം. ചിലപ്പോൾ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഈ വരുന്നവന്മാർ ചിലപ്പോൾ നമ്മുടെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കണം എന്നുള്ളൊരു രീതിയില്ല. അങ്ങനെ നോക്കില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ അവരുടെ ഒരു ഫ്യൂച്ചർ പോകും. അത് പേടിച്ചിട്ടായിരിക്കണം ഹനീഫയുടെ ഭാര്യ മറ്റൊരു ജീവിതം ചൂസ് ചെയ്യായിരുന്നു തന്നെ. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും ആ സ്ത്രീ എടുത്തത് വളരെ നല്ലൊരു തീരുമാനമാണ്. ശരിക്കും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ വീണ്ടും പറയുകയാണ്, കമന്റ് ചെയ്യുക. അപ്പുറത്ത് ഫോളോ ബട്ടൺ ഉണ്ട്, പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്ക്. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.